ആധുനിക കാലഘട്ടത്തിൽ വിവിധ എഞ്ചിനീയറിംഗ് മേഖലകളിൽ റോബോട്ടിക്സിന് വലിയ പ്രാധാന്യമുണ്ടെന്നും വ്യാവസായ രംഗത്തും ഗവേഷണ മേഖലയിലും അതിന്റെ സാധ്യതകൾ ദിനംപ്രതി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു എയ്റോസ്പേസ് വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ സുരേഷ് സുന്ദരം പറഞ്ഞു. മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ലാബ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു എയർസ്പേസ് വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ സുരേഷ് സുന്ദരം ലാബ് ഉദ്ഘാടനം ചെയ്തു. Good to see that we are creating a new lab today. I always say robotics is an interdisciplinary science. Right? It brings faculty naturally from every discipline that is present in the institute. Right? Be it electrical or mechanical or computer, communication. If you have to put all of them together, then only we'll have an autonomous systems which is possible. ആധുനിക കാലഘട്ടത്തിൽ വിവിധ എഞ്ചിനീയറിംഗ് മേഖലകളിൽ റോബോട്ടിക്സിന് വലിയ പ്രാധാന്യമുണ്ടെന്നും വ്യാവസായിക രംഗത്തും ഗവേഷണ മേഖലയിലും അതിന്റെ സാധ്യതകൾ ദിനംപ്രതി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിനി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ സോണി കുര്യാക്കോസ്, ലാബ് ഇൻചാർജ് പ്രൊഫസർ എൽദോ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക വ്യാവസായിക സാങ്കേതിക വിദ്യകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി സജ്ജീകരിച്ച ലാബിൽ യൂണിവേഴ്സൽ റോബോട്ട്സ് കമ്പനിയുടെ ആധുനിക കൊളാബറേറ്റീവ് റോബോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരോടൊപ്പം സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ റോബോട്ടുകൾ വിദ്യാർത്ഥികൾക്ക് വ്യാവസായിക ഓട്ടോമേഷൻ, പ്രോഗ്രാമിംഗ്, മനുഷ്യ റോബോട്ട് സംയോജിത പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ പ്രായോഗിക പരിശീലനം നേടാൻ സഹായകരമാകും. യൂണിവേഴ്സൽ റോബോട്ട്സിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കും പുറമേ നിന്നുള്ള അഭിരുചിക്കാരായ പഠിതാക്കൾക്കും വ്യാവസായിക മേഖലയിലെ പ്രവർത്തകർക്കുമായി പ്രത്യേക പരിശീലന കേന്ദ്രം ആരംഭിക്കുമെന്ന് ഡോക്ടർ വിനി വർഗീസ് പറഞ്ഞു. റോബോട്ടിക് പ്രോഗ്രാമിംഗ്, ഓട്ടോമേഷൻ, വ്യാവസായിക പ്രയോഗങ്ങൾ എന്നിവയിൽ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലുള്ള പരിശീലന പരിപാടികൾ ഈ കേന്ദ്രത്തിലൂടെ ലഭ്യമാക്കും. ലാബിൽ ഓട്ടോണമസ് വാഹനങ്ങൾ, ഡ്രോണുകൾ, ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ, സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, ഇൻഡസ്ട്രി 4.0 തുടങ്ങിയ മേഖലകളിൽ ഗവേഷണ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള മികച്ച സൗകര്യങ്ങളാണ് ലാബിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.